ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു എ പ്ലസ് ഫിസിക്സ്. ഫിസിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രിൻസിപ്പൽ ഫോക്കസ്. എന്താണ് പ്രിൻസിപ്പൽ ഫോക്കസ്? പ്രിൻസിപ്പൽ ഫോക്കസ് എന്താണ് പ്രിൻസിപ്പൽ ഫോക്കസ്? ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഭാഗത്ത് സ്ഫെറിക്കൽ മിററുകളെ കുറിച്ച് പറഞ്ഞു. രണ്ട് ടൈപ്പ് മിററുകൾ ഉണ്ട് എന്നും ആ മിററുകൾ എന്തിനെയാണ് കോൺകേവ് എന്ന് വിളിക്കാമെന്നും എന്തിനാണ് കോൺവെക്സ് എന്ന് വിളിക്കാമെന്നും ആ കോൺവെക്സിൻ്റെയും കോൺകേവിൻ്റെയും പ്രത്യേകത എന്താണെന്നും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടേംസും, അതായത് പോള്, റേഡിയസ് ഓഫ് കർവേച്ചർ, സെൻറ്റർ ഓഫ് കർവേച്ചർ, ദെൻ പിന്നെന്തായിരുന്നു പ്രിൻസിപ്പൽ ആക്സിസ്, ഇങ്ങനെ കുറേ സംഗതികൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഫോക്കസ്, പ്രിൻസിപ്പൽ ഫോക്കസ്. എന്താണ് പ്രിൻസിപ്പൽ ഫോക്കസ്? ഒരു മിറർ, ആദ്യം നമുക്ക് കോൺകേവ് മിറർ എടുക്കാം. കോൺകേവ് മിറർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, കോൺകേവ് മിറർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? റിഫ്ലക്റ്റിംഗ് സർഫസ് ബെൻഡഡ് ഇൻവേർഡ്, ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന ഇത്തരത്തിലുള്ള മിററിന് പറയുന്ന പേരാണ് എന്ത്? കോൺകേവ് മിറർ എന്ന് പറയുന്നത്. ഈ കോൺകേവ് മിററിൻ്റെ, ഇതാണ് കോൺകേവ് മിറർ. ഈ കോൺകേവ് മിററിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം അത് പറയാൻ വേണ്ടി നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ആദ്യം നമുക്കിത് മാർക്ക് ചെയ്യാം, എന്തൊക്കെയാണ് എന്നുള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സെൻറ്റർ പോയിന്റ് ഓഫ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്താണ്? പോൾ എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സെൻറ്റർ ഓഫ് ദ സ്ഫിയർ ആസ് എ പാർട്ട് ഓഫ് ദിസ് മിറർ, അതിനെന്തായിരുന്നു നമ്മൾ വിളിച്ചത്? സെൻറ്റർ ഓഫ് കർവേച്ചർ. ഇത്രയും സംഗതികൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. പോള്, സെൻറ്റർ ഓഫ് കർവേച്ചർ, അപ്പർച്ചർ, ഇത് കോൺകേവ് മിററാണ് എന്നുള്ളതും പഠിച്ചതാണ്. ഇനി എന്താണ് പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറഞ്ഞാൽ? പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പോയിൻ്റാണ്. പോയിന്റ് വേർ ഓൺ പ്രിൻസിപ്പൽ ആക്സിസ്. ആ പോയിന്റിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെയാണ് എല്ലാ ലൈറ്റുകളും വന്ന് കൺവേർജ് ചെയ്യുന്നത്. ഇൻ ദ കേസ് ഓഫ് ദിസ് ഇസ് കോൺകേവ് മിറർ. In the case of concave mirror, suppose a light which is parallel to the principal axis. Principal axisന് parallel ആയിട്ട് വരുന്ന ലൈറ്റ് എന്ത് സംഭവിക്കും? റിഫ്ലക്ഷന് ശേഷം ഒരു പോയിന്റിൽ വന്ന് പതിക്കുന്നു. സോ ആ പോയിന്റിന്, സെൻറ്റർ പോയിന്റ്, ആ പോയിന്റിന് പറയുന്ന പേരാണ് എന്ത്? ഫോക്കസ് എന്ന് പറയുന്നത്. ഫോക്കസ്. ഇനി എത്രത്തോളം ലൈറ്റ് വന്ന് പതിച്ചാലും ഇത് പാരലൽ ആണെങ്കിൽ, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആണെങ്കിൽ അത് ഫോക്കസിൽ തന്നെ വന്ന് ചേരും. ഇത്തരത്തിൽ ഏതൊരു ലൈറ്റും, മറ്റൊരു ലൈറ്റ് വരുന്നു, പാരലലാണ്, നമ്മുടെ ഫോക്കസിലേക്ക് എത്തുന്നു. മറ്റൊരു ലൈറ്റ് വരുന്നു, അതും പാരലലാണ്, എന്തിന്? പ്രിൻസിപ്പൽ ആക്സിസിന്, അതും ഫോക്കസിലേക്ക് വരും. ഇത്തരത്തിൽ ലൈറ്റുകളെല്ലാം വന്ന് ചേരുന്ന, റിഫ്ലക്ഷന് ശേഷം ലൈറ്റുകളെല്ലാം വന്ന് ചേരുന്ന ഒരു പോയിന്റിന് ഉണ്ട്. എവിടെ? പ്രിൻസിപ്പൽ ആക്സിസിൽ. ആ പോയിന്റിന് പറയുന്ന പേരാണ് എന്ത്? പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. വാട്ട് ഈസ് പ്രിൻസിപ്പൽ ഫോക്കസ്? പ്രിൻസിപ്പൽ ഫോക്കസ് ഇസ് എ പോയിന്റ് ഓൺ പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിൽ ഒരു പോയിന്റ് ആണ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? ദ ലൈറ്റ് വിൽ കൺവേർജ്. കൺവേർജ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. ദ ലൈറ്റ് വിൽ കൺവേർജ് ആഫ്റ്റർ റിഫ്ലക്ഷൻ. റിഫ്ലക്ഷന് ശേഷം ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട്. എവിടെ? ഓൺ പ്രിൻസിപ്പൽ ആക്സിസ്. ആ പോയിന്റിന് പറയുന്ന പേരാണ് എന്ത്? ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈറ്റുകൾ വന്ന് ചേരുന്ന പോയിന്റിനാണ് ഫോക്കസ് പറയുക. ഏത് കേസിൽ? കോൺകേവിൻ്റെ കേസിൽ. എന്നാൽ നമ്മൾ കോൺവെക്സ് എടുത്ത് നോക്കാം. കോൺവെക്സ് നമ്മൾ പഠിച്ചതാണ്. കോൺവെക്സ് എന്ന് പറഞ്ഞ ലൈറ്റ്, ഒരു മിറർ എടുത്തു കഴിഞ്ഞാൽ കോൺവെക്സ് മിറർ, ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ബെൻഡഡ് ഔട്ട്വേർഡ്. ഇതാണ് നമ്മുടെ എന്ത്? കോൺവെക്സ് മിറർ. ഈ കോൺവെക്സ് മിററിനും എന്തുണ്ടാകും? പോളുണ്ട്. ഇതാണ് പോൾ. ഇതെന്താണ്? Suppose this is our center of curvature. Center of curvature ഉണ്ട്, പോളും ഉണ്ട്, because it's a sphere, and this is our convex mirror. ഈ കോൺവെക്സ് മിറർ ആണെങ്കിൽ, ഈ കോൺവെക്സ് മിറർ ആണ് കൺസിഡർ ചെയ്യുക. ഇനി ഈ കോൺവെക്സ് മിററിന് ഇനി നമ്മൾ പറയുന്ന ലൈറ്റ് വന്ന് പതിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? അല്ലെങ്കിൽ എന്താണ് ഈ കോൺവെക്സ് മിററിൻ്റെ എന്ത്? പ്രിൻസിപ്പൽ ഫോക്കസ് എന്താണെന്നാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് നമ്മളൊരു ലൈറ്റ് റേ കൺസിഡർ ചെയ്യുന്നു, വിച്ച് ഇസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് ഒരു ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്യുന്നു. അതിനുശേഷം കോൺവെക്സ് മിററിൻ്റെ പ്രത്യേകതയാണ്, എത്ര ലൈറ്റ് വന്ന് പതിച്ചാലും അതെല്ലാം ഓരോ ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യും?
ഡൈവേർജ് ചെയ്തു പോകും. അപ്പം ഡൈവേർജിങ് മിററാണ് എന്തെന്ന് പറയുന്നത്, കോൺവെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ദാ വരുന്ന ലൈറ്റ് ഇങ്ങനെ ഡൈവേർജ് ചെയ്തു പോകും. ഇനി മറ്റൊരു ലൈറ്റ് വരുന്നു, ഇങ്ങനെ വരുന്നു, പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്, അത് മറ്റൊരു ഡയറക്ഷനിലേക്ക് പോകും. വേറൊരു ലൈറ്റ് റേ വരുന്നു, അതും എന്ത് ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്യുന്നു. മറ്റൊരു ലൈറ്റ് റേ വരുന്നു, അതും ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് വിൽ ബൗൺസ് ബാക്ക് ഇൻ ടു അനദർ വൺ ഡയറക്ഷൻ. ഇത്തരത്തിൽ ലൈറ്റുകളെല്ലാം ഡൈവേർജ് ചെയ്തു പോകുന്ന കാഴ്ചയാണ് എന്തിൽ കാണുന്നത്, ഒരു കോൺവെക്സ് മിറർ എടുത്താൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പം ഇവിടെ നമ്മൾ നേരത്തെ കോൺകേവിൽ പറഞ്ഞ പോലെ യഥാർത്ഥമായിട്ടുള്ള റിയൽ ആയിട്ടുള്ള ഒരു ഫോക്കസ് പോസിബിൾ അല്ല. പിന്നെ എന്താണ് പോസിബിൾ ആയിട്ടുള്ളത്, ഒരു വിർച്വൽ ഫോക്കസ് എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും എന്താണ്, റിയൽ ആയിട്ട് നമുക്ക് കാണാത്ത ഒരു പോയിന്റും നമ്മളിവിടെ എഴുതുന്നുണ്ട്. ആ പോയിന്റിന് പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് ദാറ്റ് പോയിന്റ്. അപ്പോൾ ഈ പോയിന്റിന് നമ്മൾ പറയാറുള്ളത്, ഒരാളിവിടെ നിൽക്കുകയാണെങ്കിൽ എന്നിട്ട് ഇങ്ങോട്ട് നോക്കുകയാണ്, ലൈറ്റ് എവിടുന്നാണ് വരുന്നത്, അയാൾക്ക് കാണാൻ പറ്റുക ഇവിടുന്ന് വരുന്നതായി തോന്നുന്നു, ബട്ട് ആക്ച്വലി ഇവിടെ ലൈറ്റ് വരുന്നുണ്ടോ, ഇവിടെ നിന്നാണോ ലൈറ്റ് വരുന്നത്, അല്ല, ദിസ് ഇസ് ദ ബാക്ക് സൈഡ് ഓഫ് ദ മിറർ, ഒരിക്കലും ഇവിടെ ലൈറ്റ് എത്തൂല. പിന്നെ എന്താ സംഭവിക്കുന്നത്, ഇവിടെ നിന്നും ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു, പക്ഷെ അവിടെ നിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ലൈറ്റ് വരുന്നത് ഈ പോയിന്റിൽ നിന്നാണെന്ന് തോന്നുന്നു. ദാറ്റ് മീൻസ് അപ്പിയേഴ്സ് ടു കം ഫ്രം എ പെർട്ടിക്കുലർ പോയിന്റ് ഫ്രം ദ പ്രിൻസിപ്പൽ ആക്സിസ്. ആ പോയിന്റിന് പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് കോൺവെക്സ് മിറർ. അപ്പോൾ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് കോൺകേവ് മിറർ എന്തായിരുന്നു, ഇറ്റ്സ് എ പോയിന്റ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ് വേർ ദ ലൈറ്റ് കൺവേർജസ്. ലൈറ്റ് കൺവേർജ് ചെയ്യുന്ന പോയിന്റിന് പറയുന്ന പേരാണ് എന്ത്, കോൺകേവ് മിററിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത്. എന്നാൽ കോൺവെക്സിൻ്റെതോ ഇവിടെ ലൈറ്റ് അപ്പിയേഴ്സ് ടു കം ഫ്രം, ഇറ്റ്സ് ആക്ച്വലി നോട്ട് കമ്മിങ് ഫ്രം ദിസ് പോയിന്റ്, അപ്പിയേഴ്സ് ടു കം ഫ്രം എ പോയിന്റ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ്. ദാറ്റ് പോയിന്റ് ഇസ് കോൾഡ് എന്ത്, പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് കോൺവെക്സ് മിറർ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, കോൺകേവ് മിറർ ഇസ് എ കൺവേർജിങ് മിറർ, കോൺവെക്സ് മിറർ ഇസ് എ ഡൈവേർജിങ് മിറർ. ഫോക്കസ് ഓഫ് കോൺകേവ് മിറർ ഇസ് റിയൽ, ഫോക്കസ് ഓഫ് കോൺവെക്സ് മിറർ ഇസ് വിർച്വൽ. ഇതിൽ എക്സാമിനും സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ്, വാട്ട് ഇസ് ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് കോൺകേവ് മിറർ അല്ലെങ്കിൽ കോൺവെക്സ് മിറർ. ഓക്കെ, അപ്പം നിങ്ങൾ പറയേണ്ടത് എത്രയേ ഉള്ളൂ, ഇറ്റ്സ് എ പോയിന്റ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ് വേർ ദ ലൈറ്റ് വിൽ കൺവേർജ് ഓർ ഡൈവേർജ് ആഫ്റ്റർ റിഫ്ലക്ഷൻ വെൻ ദ ലൈറ്റ് ഈസ് കമ്മിങ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. അത്രയേ ഉള്ളൂ. അതായത് പ്രിൻസിപ്പൽ ആക്സിന് പാരലായി വരുന്ന ഒരു ലൈറ്റ് റേ, ഒരു പ്രകാശരശ്മി നമ്മൾ എന്ത് പറയുക, റിഫ്ലക്ഷന് ശേഷം, പ്രതിപതനത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു, ഒരു പോയിന്റിലേക്ക് കേന്ദ്രീകരിക്കുന്നു, ഒരു പോയിന്റിൽ നിന്നും പോകുന്നതായി തോന്നുന്നു. ഇത്തരത്തിലുള്ള ലൈറ്റ് ബൗൺസ് ബാക്ക് ചെയ്യുന്ന ഈ ഒരു പോയിന്റിന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ലൈറ്റ് റീച്ച് ചെയ്യുന്ന ഈ പോയിന്റിന് പറയുന്ന പേരാണ് എന്ത്, പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്ന ടോപ്പിക്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഭാഗം എന്തൊക്കെയാണ്, റൂൾസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എന്താണ്, എങ്ങനെയാണ് ഇമേജ് ഫോർമേഷൻ, എങ്ങനെയാണ് ഒരു സ്ഫെറിക്കൽ മിറർ ഇമേജ് ഫോം ചെയ്യുന്നത്, പ്രതിബിംബ രൂപീകരണം എങ്ങനെയാണ്, അതായത് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് ഇൻ അവർ ടെലഗ്രാം ഗ്രൂപ്പ്. ഫിസിക്സ് എന്ന് പറഞ്ഞൊരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അപ്പം അതിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫിസിക്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള 10ാം ക്ലാസ്, +1, +2 എല്ലാ ടോപ്പിക്കുകളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടിൽ ദെൻ, ടേക്ക് കെയർ, ബൈ.